അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സുഹൃത്തുക്കളെ, ഹറം ഷരീഫിൽ ഒരു അത്ഭുതം സംഭവിച്ചു. അൾജീരിയയിൽ നിന്നുള്ള ഒരു സാധാരണ മനുഷ്യന് സ്വർഗത്തിന്റെ സന്തോഷവാർത്ത ലഭിച്ചു. എങ്ങനെ? അത്രമാത്രമല്ല, ഒരു പ്രശസ്ത ഇസ്ലാമിക പണ്ഡിതൻ 3 തവണ ഒരേ സ്വപ്നം കണ്ടു. അതിൽ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൾജീരിയയിൽ നിന്നുള്ള ഈ മനുഷ്യൻ എന്റെ സ്വർഗത്തിലെ കൂട്ടുകാരനാണ്. ആരാണ് ഈ മനുഷ്യൻ? അവനെ ഇത്ര വലിയ ബഹുമതിക്ക് അർഹനാക്കിയത് എന്താണ്? ഇന്നത്തെ കഥ യഥാർത്ഥ സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. പ്രിയ വീക്ഷകരെ, ഒരു ഹജ്ജ് സീസണൽ അറിവിന്റെയും ഭക്തിയുടെയും പേരുകേട്ട ഈജിപ്ഷ്യൻ പണ്ഡിതനായ ഡോക്ടർ ഹിജാസി അതീവ വിനയത്തോടും ഭക്തിയോടും കൂടി ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിച്ചു. ആ ദിനങ്ങൾ അവന്റെ ജീവിതത്തിലെ ഏറ്റവും ആത്മീയമായ നിമിഷങ്ങളായിരുന്നു. സഫയ്ക്കും മർവയ്ക്കും ഇടയിൽ സായി ചെയ്യുമ്പോൾ അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മിനായിൽ ദീർഘനേരം സുജൂദിൽ കഴിഞ്ഞു രാത്രി. വൈകുവോളം തഹജ്ജുദ് നമസ്കരിച്ച് അല്ലാഹുവിന്റെ കരുണയ്ക്കും സംതൃപ്തിക്കും വേണ്ടി കരഞ്ഞു പ്രാർത്ഥിച്ചു. ദുൽഹിജ്ജയുടെ 6-ാം രാത്രി മിനായിലെ കൂടാരത്തിൽ ഉറങ്ങവേ ഡോക്ടർ ഹിജാസി ഒരു അവിസ്മരണീയ സ്വപ്നം കണ്ടു. പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവന്റെ മുന്നിൽ നിൽക്കുന്നു. പ്രവാചകന്റെ മുഖം ചന്ദ്രപ്രകാശം പോലെ തിളങ്ങി കണ്ണുകളിൽ നിന്ന് കരുണ ഒഴുകി. പ്രവാചകൻ അടുത്തുവന്ന് വ്യക്തമായി പറഞ്ഞു, ഓ ഹിജാസി, അൽജീരിയയിലെ ഐൻ അൽ ഹജറിൽ നിന്നുള്ള ഒരു മകനവൻ എന്റെ സ്വർഗത്തിലെ കൂട്ടുകാരനാണ്. ഡോക്ടർ ഹിജാസി വിറയലോടെ ഉണർന്നു. ഹൃദയം വേഗത്തിൽ മിടിച്ചു, കണ്ണുകൾ കണ്ണീർ കൊണ്ടു നിറഞ്ഞു. ആരാണ് ഈ മനുഷ്യൻ? ഐൻ അൽ ഹജർ എന്ന സ്ഥലത്തെപ്പറ്റി അവന് ഒരു അറിവുമുണ്ടായിരുന്നില്ല. ആർക്കാണ് പ്രവാചകന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിലെ കൂട്ടുകാരനാകാൻ ഈ ബഹുമതി ലഭിച്ചത്? ഈ സന്ദേശം ലഭിക്കാൻ ഞാൻ ആര് എന്ന് അവൻ സ്വയം ചോദിച്ചു. ആദ്യം ഇത് ഹജ്ജിന്റെ ആത്മീയ അനുഭവത്തിന്റെ പ്രതിഫലനമാണെന്ന് അവൻ കരുതി. എന്നാൽ അടുത്ത രാത്രി വീണ്ടും അതേ സ്വപ്നം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പ്രത്യക്ഷപ്പെട്ടതേ പേര് പറഞ്ഞ് അവൻ എന്റെ സ്വർഗത്തിലെ കൂട്ടുകാരനാണ് എന്ന് ആവർത്തിച്ചു. 3-ാം രാത്രി സ്വപ്നം കൂടുതൽ വ്യക്തവും ആഴമേറിയതുമായി. ഇത്തവണ പ്രവാചകൻ പറഞ്ഞു, അവനെ കണ്ടെത്തൂ. ഒരു ദിവസം നീ തന്നെ അവന് ഈ സന്തോഷവാർത്ത നൽകും. ഈ 3 രാത്രികളിലെ സ്വപ്നങ്ങൾ ഒരു സാധാരണ സ്വപ്നമല്ല, ഒരു ദൈവിക സന്ദേശമാണെന്ന് ഡോക്ടർ ഹിജാസി മനസ്സിലാക്കി. ഈ ദൗത്യം നിർവഹിക്കേണ്ടത് തന്റെ കടമയാണെന്നും. എന്നാൽ അവൻ ആരോടും ഈ സ്വപ്നം പങ്കുവച്ചില്ല. ഇത് അതീവ ഗൗരവമുള്ള കാര്യമാണെന്ന് അവന് തോന്നി. ഹജ്ജ് സീസൺ അവസാനിച്ചപ്പോൾ ഡോക്ടർ ഹിജാസി ഈജിപ്തിലേക്ക് മടങ്ങി. പക്ഷേ അവന്റെ മനസ്സിന് ശാന്തി ലഭിച്ചില്ല. കണ്ണടയ്ക്കുമ്പോഴെല്ലാം പ്രവാചകന്റെ തിളങ്ങുന്ന മുഖവും അവൻ എന്റെ സ്വർഗത്തിലെ കൂട്ടുകാരനാണ് എന്ന വാക്കുകളും അവന്റെ മനസ്സിൽ തെളിഞ്ഞു. ഈ സ്വപ്നങ്ങൾ ഒരു ദൈവിക വിളിയായി അനുഭവപ്പെട്ടു. അൾജീരിയയിലേക്ക് പോകണോ? ഈ മനുഷ്യനെ എങ്ങനെ കണ്ടെത്തും? എനിക്ക് ആ രാജ്യത്തെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നവൻ ചിന്തിച്ചു. എന്നാൽ ഓരോ നമസ്കാരത്തിലും സുജൂദിലും ഒരു ആന്തരിക ശബ്ദം പറഞ്ഞുകൊണ്ടിരുന്നു, പോകൂ, യാത്ര തുടങ്ങൂ. ആ മനുഷ്യന് ഇതുവരെ അറിയില്ല, അവൻ സ്വർഗത്തിന് അർഹനാണ്. നീയാണ് ആ സന്തോഷവാർത്തയുടെ ദൂതൻ. മാസങ്ങൾ കടന്നുപോയി, വർഷങ്ങൾ കഴിഞ്ഞു. എന്നാൽ ഈ സ്വപ്നം ഡോക്ടർ ഹിജാസിയുടെ ഹൃദയത്തിൽ ഖുർആൻ വചനങ്ങൾ പോലെ ജ്വലിച്ചു. അമുകന്റെ മകൻ ഐൻ അൽ ഹജറിൽ നിന്നുള്ളവൻ സ്വർഗവാസിയാണ് എന്ന പ്രവാചകന്റെ വാക്കുകൾ അവന്റെ ആത്മാവിൽ പതിഞ്ഞു. ഒരു ദിവസം അൾജീരിയയിലെ ക്ലംസൺ പ്രവിശ്യയിൽ നടക്കുന്ന ഒരു വലിയ ഇസ്ലാമിക സമ്മേളനത്തിന് ഡോക്ടർ ഹിജാസിക്ക് ക്ഷണം ലഭിച്ചു. റിഫോം ആൻഡ് ദർവീഷ് മൂവ്മെന്റ് എന്ന സംഘടനയാണ് ഇത് സംഘടിപ്പിച്ചത്. അവൻ ഒരു നിമിഷം പോലും മടിച്ചില്ല. ഇതാണ് താൻ കാത്തിരുന്ന അവസരമെന്ന് അവന് തോന്നി. സമ്മേളനം അവസാനിച്ചപ്പോൾ ഡോക്ടർ ഹിജാസി മൈക്കെടുത്ത് ജനക്കൂട്ടത്തോട് ചോദിച്ചു, ഇവിടെ ആർക്കെങ്കിലും ഐൻ അൽ ഹജർ എന്ന സ്ഥലത്തെപ്പറ്റി അറിയാമോ? ആളുകൾ അത്ഭുതത്തോടെ നോക്കി. ചിലർ മറുപടി നൽകി, അതെ, അത് ഇവിടെ നിന്ന് 2 മണിക്കൂർ ദൂരത്താണ്. ഡോക്ടർ ഹിജാസി ദൃഢനിശ്ചയത്തോടെ പറഞ്ഞു, വഴി കാണിക്കൂ. ഞാൻ ഒരു മനുഷ്യനെ കണ്ടെത്തണം. അവന് ഞാനൊരു ദൈവിക സന്ദേശം നൽകണം. അവൻ ഉടനെ കുറച്ച് സഹോദരന്മാരോടൊപ്പം ഒരു കാറിൽ കയറിമലകളും ചെറിയ ഗ്രാമങ്ങളും കടന്ന് ഐൻ അൽ ഹജറിലെത്തി. അവിടെ അവൻ ചോദിച്ചു, അമുകന്റെ മകനെ ആർക്കെങ്കിലും അറിയാമോ? ഒരാൾ മറുപടി പറഞ്ഞു, അതെ, അവൻ ഇവിടെ താമസിക്കുന്നു. പക്ഷേ അവൻ ഒരു പണ്ഡിതനോ വിദ്വാനോ അല്ല.
ഒരു സാധാരണ മനുഷ്യനാണ്. ഇപ്പോൾ ഒരു കഫേയിൽ ഡോമിനോസ് കളിക്കുന്നത് കണ്ടേക്കാം. ഡോക്ടർ ഹിജാസി അത്ഭുതപ്പെട്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, ഈ മനുഷ്യൻ സ്വർഗത്തിൽ എന്റെ കൂട്ടുകാരനാണ്. അവൻ ഡോമിനോസ് കളിക്കുകയാണോ? എന്നാൽ പെട്ടെന്ന് തന്റെ ചിന്തകൾ ശേഖരിച്ച് അവൻ പറഞ്ഞു, അല്ലാഹു ഹൃദയങ്ങളിലുള്ളത് അറിയുന്നു. ഇവിടെ ഒരു ദൈവിക രഹസ്യമുണ്ടായിരിക്കാം. അവൻ കഫേയിൽ എത്തിയ മനുഷ്യനെ കണ്ടെത്തി ചോദിച്ചു, നീ അമുകന്റെ മകനല്ലേ? അവൻ മറുപടി പറഞ്ഞു, അതെ ഞാനാണ്. കണ്ണുകൾ നിറഞ്ഞ ഡോക്ടർ ഹിജാസി പറഞ്ഞു, സഹോദരാ, ഞാൻ നിനക്കൊരു സന്തോഷവാർത്ത നൽകാൻ വന്നിരിക്കുന്നു. ഞാൻ 3 തവണ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ കണ്ടു. അവൻ എന്നോട് പറഞ്ഞു, നീ അവന്റെ സ്വർഗത്തിലെ കൂട്ടുകാരനാണ്. ആ സാധാരണ അൾജീരിയൻ മനുഷ്യന് ആദ്യം അത് വിശ്വസിക്കാനായില്ല. അവന്റെ ഹൃദയം ഒരു നിമിഷം നിന്നുപോയി. വിറച്ചുകൊണ്ട് അവൻ പറഞ്ഞു, ഞാൻ പ്രവാചകന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടുകാരനോ? അത് അസാധ്യമാണ്. ഞാനൊരു സാധാരണ മനുഷ്യനാണ്, ഡോമിനോസ് കളിക്കുന്ന ശാന്തമായ ജീവിതം നയിക്കുന്ന ഒരാൾ. എന്നാൽ ഡോക്ടർ ഹിജാസി സത്യം ഉറപ്പിച്ചു. സഹോദരാ, ഞാൻ 3 തവണ അവനെ കണ്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്റെ പേര് പറഞ്ഞ് എന്നോട് നിന്നെ കണ്ടെത്താൻ ആവശ്യപ്പെട്ടു. നിന്നെ നിന്ദിക്കരുത്. നിന്റെ ഹൃദയത്തിൽ അല്ലാഹുവുമായുള്ള ഒരു ദൈവിക രഹസ്യമുണ്ടത് നിന്നെ ഈ ബഹുമതിക്ക് അർഹനാക്കി. ആ നിമിഷം ആ മനുഷ്യൻ കരയാൻ തുടങ്ങി. കരച്ചിൽ ശക്തമായപ്പോൾ അവൻ നിലത്തേക്ക് വീണു. ചുറ്റുമുള്ളവർ അത്ഭുതത്തോടെ നിന്നു. അവൻ തല ഉയർത്തി ഡോക്ടർ ഹിജാസിയെ നോക്കി പറഞ്ഞു, ഓ ഷെയ്ഖന്റെ ഹൃദയത്തിൽ അല്ലാഹുവുമായുള്ള ഒരു രഹസ്യമുണ്ട്. ഞാൻ ഒരിക്കലും ആരോടും എൻ്റെ ഭാര്യയോടോ മക്കളോടോ പോലും പറഞ്ഞിട്ടില്ല. പക്ഷേ നീ ഒരു ദൈവിക സന്ദേശവുമായി വന്നതിനാൽ ഞാൻ ഇപ്പോൾ പറയാം. അവൻ ഒരു ദീർഘനിശ്വാസം എടുത്ത് തുടർന്നു, എനിക്കൊരു ചെറിയ മാസശമ്പളം ലഭിച്ചിരുന്നു. എൻ്റെ അയൽവാസി ദരിദ്രനായിരുന്നു. തൻ്റെ മക്കളെ ശരിയായി പോറ്റാൻ കഴിഞ്ഞിരുന്നില്ല. ഒരു ദിവസം അവൻ മരിച്ച ഒരു കൂട്ടം അനാഥരെ വിട്ടേഴ്സ്. അപ്പോൾ ഞാൻ തീരുമാനിച്ചു, എൻ്റെ ശമ്പളം 2ആയി വിഭജിക്കാം. പകുതി എൻ്റെ കുടുംബത്തിൻ പകുതി ആ അനാഥർക്ക്. അല്ലാഹുവിൻ്റെ മേൽ സത്യം, ഞാൻ ഇതാരോടും പറഞ്ഞിട്ടില്ല. ഡോക്ടർ ഹിജാസി കണ്ണീരോടെ നിന്നു. വിറയ്ക്കുന്ന ശബ്ദത്തിൽ അവൻ പറഞ്ഞു, സുബ്ഹാനല്ലാ, ഇതാണ് ആ രഹസ്യപ്രവൃത്തി. ഈ നിഷ്കളങ്കതയും ശുദ്ധമായ ദാനം, ഇതാണ് നിന്നെ സ്വർഗത്തിലെ കൂട്ടുകാരനാക്കിയത്. നിന്റെ പ്രവൃത്തിയിൽ പ്രദർശനമോ പ്രശസ്തിയോ ഉണ്ടായിരുന്നില്ല, ശുദ്ധമായ ഇഖ്ലാസ് മാത്രം. അത് നിന്നെ അല്ലാഹുവിൻ്റെ പ്രിയപ്പെട്ടവരുടെ നിരയിലേക്കുയർത്തി. ആ നിമിഷം ഭക്തിയും അത്ഭുതവും കണ്ണീരും നിറഞ്ഞ ഒരു ദൈവിക യാഥാർത്ഥ്യമായിരുന്നു. ഡോക്ടർ ഹിജാസി ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് നടന്നു. ഹൃദയം വിറച്ചു. വാക്കുകൾക്ക് വിവരിക്കാനാവാത്ത ഒരു അനുഭവം അവൻ കണ്ടു. അല്ലാഹു നമ്മുടെ രൂപം സമ്പത്തല്ലെങ്കിൽ പദവി നോക്കി വിധിക്കുന്നില്ല. ഹൃദയത്തിന്റെ ശുദ്ധിയും പ്രവൃത്തികളുടെ രഹസ്യവുമാണ് അവൻ വിലയിരുത്തുന്നത്. ആ ദിവസം ആ സാധാരണ അൾജീരിയൻ മനുഷ്യന്റെ ജീവിതം മാത്രമല്ല മാറിയത്, ഡോക്ടർ ഹിജാസിയുടെ ഹൃദയവും മാറി. അല്ലാഹുവിൻ്റെ പ്രിയപ്പെട്ടവർ നമുക്കിടയിൽ ആർക്കും അറിയാതെ നിശബ്ദമായി ജീവിക്കുന്നുണ്ടാകാമെന്ന് അവൻ മനസ്സിലാക്കി. അവർ പാഗ്രി ധരിക്കണമെന്നോ വേദിയിൽ നിൽക്കണമെന്നോ ഇല്ല. പക്ഷേ അവരുടെ ഹൃദയങ്ങൾ സ്വർണം പോലെ ശുദ്ധമാണവരുടെ രഹസ്യപ്രവൃത്തികൾ പർവ്വതങ്ങൾ പോലെ ശക്തമാണ്. അവസാനമായി ഡോക്ടർ ഹിജാസി ഈജിപ്തിലേക്ക് മടങ്ങി ഈ അത്ഭുത കഥ തൻ്റെ പ്രഭാഷണങ്ങളിൽ പങ്കുവച്ചു. ഒരു സാധാരണ മനുഷ്യൻ ഡോമിനോസ് കളിക്കുന്ന ആർക്കും ശ്രദ്ധിക്കപ്പെടാത്ത ഒരാളെന്നാൽ വാസ്തവത്തിൽ പ്രവാചകന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിലെ കൂട്ടുകാരനാണ്. ഇന്നീ കഥ നിന്നോട് പങ്കുവയ്ക്കുന്നു. ആരെയും പ്രശംസിക്കാനല്ല, മറിച്ച് നിന്റെ ഹൃദയത്തെ ഉണർത്താനാണ്. സ്വയം ചോദിക്കൂ, എൻ്റെ ഹൃദയത്തിൽ അല്ലാഹുവുമായുള്ള ഒരു രഹസ്യപ്രവൃത്തിയുണ്ടോ? അല്ലാഹുവിന് മാത്രം അറിയാവുന്ന ഒരു രഹസ്യം. ഞാൻ അല്ലാഹുവിൻ്റെ മുന്നിൽ നിഷ്കളങ്കതയോടെ നിൽക്കാൻ തയ്യാറാണോ? പ്രിയ വീക്ഷകരെ, ഈ കഥ നിന്റെ ഹൃദയത്തെ സ്പർശിച്ചെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഞങ്ങളുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.